ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ മോളുടെ 7th ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യമായിട്ട് സെറ്റ് ചെയ്ത ഡെസേർട്ട് ടേബിളിൻ്റെ കുറച്ച് വീഡിയോസും പിന്നെ കേക്ക് കട്ടിങ്ങിൻ്റെ വീഡിയോസുമാണ് ഷെയർ ചെയ്യുന്നത്. ഈ ഒരു ഡെസേർട്ട് ടേബിൾ സെറ്റ് ചെയ്യാനായിട്ട് ഞാൻ മെയിനായിട്ട് ക്യാസൽ തീമിലുള്ളൊരു കേക്കാണ് തയ്യാറാക്കിയിരിക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ നമ്പർ കേക്ക് ഉണ്ടായിരുന്നു, കപ്പ് കേക്ക്, പോപ്സിക്കിള്, കേക്ക്സിക്കിള്, ബ്രൗണീസൊക്കെ ഉണ്ടായിരുന്നു. ആകെ തിരക്കായതുകൊണ്ട് എനിക്ക് എല്ലാത്തിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. പക്ഷേ ക്യാസൽ കേക്കിൻ്റെ കുറച്ച് ഡെക്കറേഷൻ വീഡിയോയും പിന്നെ നമ്പർ കേക്കിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്പർ കേക്കിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ഇടാം കേട്ടോ. ഇതിലിട്ട് കഴിഞ്ഞാൽ ഒരുപാട് ലെങ്തി ആയി പോവും. മോളുടെ ആ ഒരു ഫ്രോക്കിൻ്റെ കളർ തീമിലാണ് ഈ ഒരു ഡെസേർട്ട് ടേബിളും സെറ്റ് ചെയ്തിരിക്കുന്നത്. ഏകദേശം ഒരു പീച്ച് ആൻഡ് പിങ്ക് കോമ്പിനേഷനിലാണ് ഡെസേർട്ട് ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ക്യാസൽ കേക്കിൻ്റെ ഡെക്കറേഷൻ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാൻ ഈ ഒരു ക്യാസൽ കേക്ക് ടോഫി ഫ്ലേവറിലാണ് കേട്ടോ തയ്യാറാക്കിയിരിക്കുന്നത്. 8 ഇഞ്ചിൻ്റെ ബേക്കിംഗ് ടിന്നിൽ 2 പ്രാവശ്യമായിട്ട് ബേക്ക് ചെയ്തെടുത്തിട്ട് 5 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. നോർമൽ വാനില സ്പോഞ്ചാണ് ഇതിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് യൂസ് ചെയ്യാനായിട്ട് ടോഫി തയ്യാറാക്കാനായിട്ട് ഞാനൊരു കുക്കറിലേക്ക് ഈ ഒരു മിൽക്ക് മെയ്ഡിൻ്റെ അത്രയും പൊക്കത്തിൽ വെള്ളം ഒഴിച്ച ശേഷം 3 വിസിൽ കേൾപ്പിച്ചിട്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം എടുത്തിരിക്കുന്നതാണ്. ഇതിപ്പോൾ കറക്റ്റ് നല്ല ടോഫിയുടെ ആ ഒരു കളറിൽ കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് ചൂടാറിയ ശേഷം വേണം കേട്ടോ എടുക്കാനായിട്ട്. ഈ കേക്ക് നമ്മൾ മിൽക്ക് വെച്ചിട്ടാണ് സോക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ മിൽക്കിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് ഞാൻ അതിൽ നിന്ന് 3 ടീസ്പൂൺ അളവിൽ ടോഫി എടുത്തിട്ട് കുറച്ച് പാൽ ഒഴിച്ചിട്ടൊന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ സോക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന പാലിലേക്ക് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കേക്ക് സോക്ക് ചെയ്യാനായിട്ട് 2 കപ്പ് അളവിൽ പാലെടുത്ത ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് ചൂടാറ്റി എടുത്തിരിക്കുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ ഒരു മിക്സ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് തണുപ്പിച്ചെടുക്കാം. ഇനി കേക്കിൻ്റെ ഉള്ളിൽ ലെയർ സെറ്റ് ചെയ്യാനുള്ള ക്രീമിലേക്ക് ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ അളവിൽ ടോഫി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊരു ബലൂൺ വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ കേക്ക് ഒരു കളർ തീമിൽ ചെയ്യുന്നതുകൊണ്ട് ഉള്ളിൽ ലെയറിൽ മാത്രമേ ടോഫി ചേർത്ത് കൊടുക്കുന്നുള്ളൂ. മുകൾ ഭാഗത്ത് നോർമൽ വിപ്പിംഗ് ക്രീമിൽ കളർ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഒരു കേക്ക് ബേസിൻ്റെ മീതേക്ക് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുത്ത ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മിൽക്ക് മിക്സ് വെച്ചിട്ട് നന്നായിട്ട് സോക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ടോഫി ചേർത്ത വിപ്പിംഗ് ക്രീമും ചേർത്തിട്ട് ലെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ മീതേക്ക് കുറച്ച് ക്രഷ്ഡ് ആയിട്ടുള്ള ബദാമും കാഷ്നട്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഡ്രൈ റോസ്റ്റ് ചെയ്ത ശേഷം ക്രഷ് ചെയ്തെടുത്തിരിക്കുന്നതാണ് കേട്ടോ. അതും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും പിന്നെ നമ്മുടെ ടോഫി കുറച്ച് പാലെടുത്ത് മിക്സ് ചെയ്തിട്ടൊന്ന് ലൂസാക്കി എടുത്തിരിക്കുന്നതാണ്. അതും ഇതിൻ്റെ മീതേക്ക് ഒന്ന് ജസ്റ്റ് ഡ്രോപ്പ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള 4 ലെയേഴ്സും സെറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ കേക്കിൻ്റെ ലെയേഴ്സ് എല്ലാം സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ജസ്റ്റ് ഒരു ക്രം കോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു ടോഫി ചേർത്ത ക്രീം തന്നെയാണ് ക്രം കോട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ കേക്ക് ഒരു 10-20 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ കേക്കിനൊരു പീച്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ക്രീമിലേക്ക് ഞാനിപ്പോൾ 2 ഡ്രോപ്സ് ഓറഞ്ച് ജെൽ കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സൺസെറ്റ് ഓറഞ്ചാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ 1 ഡ്രോപ്പ് പിങ്ക് കളറും യൂസ് ചെയ്യുന്നുണ്ട്. അത് രണ്ടും കൂടി മിക്സ് ആയി കഴിയുമ്പോൾ ഇതുപോലത്തെ ഒരു പീച്ച് കളറിൽ നമുക്ക് ക്രീം കിട്ടും. അതിനുശേഷം ക്രീം ഞാനിപ്പോൾ ഒരു ഐസിങ് ബാഗിലേക്ക് ആക്കിയിട്ടാണ് ഫുള്ള് കവർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് ഐസിങ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇങ്ങനെ ഐസിങ് ബാഗിലേക്ക് ആക്കിയിട്ട് ക്രീം ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് നല്ലൊരു ഫിനിഷിങ് ലുക്ക് കിട്ടും. ഇപ്പോൾ കേക്ക് അത്യാവശ്യം ഒന്ന് സ്മൂത്ത് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി ഒരു ഷാർപ്പ് എഡ്ജ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സ്ക്രാപ്പർ എടുത്ത ശേഷം ഞാൻ കുറച്ച് വെള്ളത്തിൽ മുക്കിയിട്ട് അതൊന്ന് കുടഞ്ഞ ശേഷം ഒന്ന് സ്മൂത്ത് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് കേക്ക് നന്നായിട്ട് സ്മൂത്തായിട്ട് എടുക്കാനും പറ്റും. കുറച്ചും കൂടി നല്ല ഷാർപ്പ് എഡ്ജായിട്ട് വരികയും ചെയ്യും. ഒന്നില്ലെങ്കിൽ ജസ്റ്റ് ചെറിയൊരു ചൂടുവെള്ളത്തിൽ മുക്കിയിട്ട് എടുക്കുക, അല്ലെങ്കിൽ നോർമൽ വെള്ളത്തിലായാലും മുക്കിയിട്ട് എടുത്താൽ മതി. ഈ കേക്കിൻ്റെ മീതേക്ക് നമ്മൾ ഒരുപാട് ഡെക്കറേഷൻസ് ഒന്നും കൊടുക്കുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല ഷാർപ്പ് എഡ്ജാക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് ഷാർപ്പ് എഡ്ജാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഏകദേശം ഒരു 5-8 മണിക്കൂറെങ്കിലും സെറ്റ് ചെയ്തെടുത്ത ശേഷം വേണം ബാക്കിയുള്ള ഫോണ്ടൻ വർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു കേക്ക് ക്യാസിൽ തീമിലാണ് ചെയ്യുന്നത്. അപ്പോൾ ക്യാസിൽ തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട്. ഇത് നിങ്ങളുടെ കയ്യിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ അതിന് പകരം ഇത്രയും വലിപ്പത്തിലുള്ള ഒരു പൈപ്പിൻ്റെ പീസ് എടുത്താലും മതി കേട്ടോ.
കേക്കിൻ്റെ ആ ഒരു ഹൈറ്റിൽ ഈ ഒരു കാർഡ്ബോർഡ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. 2 സൈഡിലും വെക്കാനായിട്ട് 2 പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഫോണ്ടൻറ്റ് വെച്ചിട്ട് കവർ ചെയ്തിട്ടാണ് ക്യാസിൽ തയ്യാറാക്കുന്നത്. ഈ ക്യാസിൽ കവർ ചെയ്തെടുക്കാനായിട്ട് ഞാനിപ്പോൾ കുറച്ച് വൈറ്റ് ഫോണ്ടൻറ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് CMC പൗഡർ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി പരത്തി എടുക്കാനായിട്ട് കുറച്ച് കോൺഫ്ലവർ തൂവി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഫോണ്ടൻറ്റിന് കളർ കൊടുക്കാനായിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഓറഞ്ച് കളറും പിങ്ക് കളറും ആഡ് ചെയ്തിട്ട് പീച്ച് കളറാക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഈ ഒരു കളർ നന്നായിട്ട് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട് ഫോണ്ടൻറ്റ് ഇതുപോലെ വലിച്ചെടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നല്ല കറക്റ്റായിട്ട് മിക്സായിട്ട് വന്നോളും. അപ്പോൾ ഈ ഫോണ്ടൻറ്റ് പരത്തി കൊടുക്കാനായിട്ട് നമുക്ക് പ്രത്യേകിച്ച് സിലിക്കോൺ മാറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഞാനിപ്പോൾ കോൺഫ്ലവർ തൂവി കൊടുത്ത ശേഷം ഒരു കേക്ക് ബോർഡിൻ്റെ മീതേക്ക് വെച്ചിട്ടാണ് ചപ്പാത്തിക്കോല് വെച്ചിട്ടാണ് പരത്തി എടുക്കുന്നത്. അത്യാവശ്യം നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലൊക്കെ ചെയ്തെടുക്കാം. ഒരുപാട് ഫോണ്ടൻ വർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ സിലിക്കോൺ മാറ്റ് വാങ്ങിച്ചാൽ മതി. ഈ കാർഡ്ബോർഡ് ഞാനിപ്പോൾ കേക്കിൻ്റെ ആ ഒരു ഹൈറ്റിൽ 2ആയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫോണ്ടൻറ്റ് വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. ആ ഒരു കാർഡ്ബോർഡിൻ്റെ അത്രയും ഹൈറ്റിൽ ഫോണ്ടൻറ്റ് കട്ട് ചെയ്തെടുത്ത ശേഷം എഡ്ജസൊക്കെ നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ലെവലാക്കി എടുത്ത ശേഷം നമുക്ക് സൈഡിൽ കുറച്ച് വെള്ളം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇത് ഒട്ടിച്ചെടുക്കാം. 2 കാർഡ്ബോർഡ് നമുക്ക് ഇതുപോലെ തന്നെ ഫോണ്ടൻറ്റ് വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ വെക്കാനുള്ള ഒരു കോൺ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ പിങ്ക് കളറിൽ ഫോണ്ടൻറ്റ് അത്യാവശ്യം നല്ല കട്ടിയിൽ പരത്തി എടുത്തിട്ട് റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം വീഡിയോയിൽ കാണുന്നത് പോലെ ഹാഫായിട്ട് കട്ട് ചെയ്തെടുത്ത ശേഷം കുറച്ച് വെള്ളം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒട്ടിച്ച് കൊടുത്താൽ ഇതുപോലെ നല്ല കോൺ ഷേപ്പിൽ കിട്ടിക്കോളും. അത്യാവശ്യം നല്ല കട്ടിയിൽ വേണം കേട്ടോ പരത്തി എടുക്കാനായിട്ട്. അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നമുക്ക് ക്യാസിലിൻ്റെ ആ ഒരു ഡോറ് റെഡിയാക്കാനായിട്ട് ഞാനിപ്പോൾ റൗണ്ട് ഷേപ്പിൽ കുറച്ച് കട്ടി കുറച്ചിട്ട് ഫോണ്ടൻറ്റ് പരത്തി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലത്തെ ഒരു പാത്രം വെച്ചിട്ട് കുറച്ചൊന്ന് റൗണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു വീഡിയോയിൽ കാണുന്നത് പോലെ കട്ട് ചെയ്തെടുത്താൽ നമുക്ക് നല്ല ആ ഒരു ഡോറിൻ്റെ ആ ഒരു ഷേപ്പിൽ കിട്ടും. കണ്ടോ, ഇപ്പോൾ ഒരു ആർച്ച് പോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ഡിസൈൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ക്രാപ്പർ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കട്ട് ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ഒന്ന് അമർത്തി കൊടുക്കുന്നുണ്ട്. ഇനി ഡോറിൻ്റെ മുകളിലേക്ക് ചെറിയൊരു ഡെക്കറേഷൻ കൊടുക്കാനായിട്ട് വൈറ്റ് ഫോണ്ടൻറ്റ് ഇതുപോലെ പരത്തിയെടുത്ത ശേഷം സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് 2 സൈഡിലൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളം ഒന്ന് അതിൻ്റെ മീതേക്ക് തേച്ച് കൊടുത്ത ശേഷമാണ് ഒട്ടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നല്ല കറക്റ്റായിട്ട് ഒട്ടിയിരുന്നോളൂ. ബാക്കിയുള്ള ഡെക്കറേഷൻസിൻ്റെ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ആകെ തിരക്കായതുകൊണ്ട് പിന്നെ എടുക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കേക്കിൻ്റെ വീഡിയോ. നമ്പർ കേക്കിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വേറൊരു വീഡിയോ ആയിട്ട് ഇടാം. ഇനി നമുക്ക് കേക്ക് കട്ട് ചെയ്യണതിൻ്റെ വീഡിയോ കാണാം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലും എന്തായാലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനായിട്ടും മറക്കല്ലേ. താങ്ക്